ചോദ്യം ചോദിച്ചാൽ വേറെ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ മതി. പിന്നെ എന്തിനാ പിച്ചുന്നത്? പിന്നെ പിച്ചാതെ 4x4 എത്രന്ന് വെച്ചാൽ പറയാ. ഡിഫൻഡറിന് ഫോർച്യൂണറൊക്കെ കൂടുതലാ, താറിനും ജിമ്മിക്ക് റേറ്റ് കുറവാ. കണ്ട കാറും റേറ്റ് ഉണ്ട്. ഞാൻ പോയി നല്ല പട്ടി വിളിക്കണം. പോയിക്കോട്ടെ. അപ്പൊ നീ എത്ര പൊട്ടി? 3 എണ്ണം. നീയോ? ഞാൻ 5 എണ്ണം. മതി മതി. ക്രിസ്മസ് സുരക്ഷയുടെ പേപ്പർ ഓർഡറാ. എല്ലാം കൈ കെട്ടിട്ട് തന്നാ പോരെ. എന്റെ കയ്യിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ടെ പേപ്പർ ഇടറാ. ഒരു 35 രൂപ അങ്ങോട്ട് വരും. അതേത് കണക്കിൽ? നീ മേടിച്ചോണ്ടെന്ന് 5 മുട്ടടാണെങ്കിൽ എടാ നീ ഒന്ന് ഫീസോ തരുന്നില്ല, എന്നാ പിന്നെ എന്തെങ്കിലും പഠിക്കലും ചെയ്തു. ഫീസ് വന്നിട്ട് പഠിക്കാനാണ് ഞങ്ങൾക്ക് വേറെ നല്ല ട്യൂഷൻ സെന്ററിൽ പോയപ്പോരെ. ഇത് തന്നെ ചേട്ടനൊരു പണി ആയിക്കോട്ടെ വെച്ചിട്ട്. അയ്യോ വലിയ സേവനമായി പോയി. എടാ മിനിമം ബിറ്റ് വെച്ച് ജയിക്കാനുള്ള ഐഡിയ പോലും ഇല്ലാത്ത നിന്നെയൊക്കെ വേറെ ആര് ട്യൂഷൻ എടുക്കാനാ? ഇല്ലടാ ആ ഐഡി പണ്ട് കാണിച്ചോണ്ടാണ് യൂണിവേഴ്സിറ്റി ഡിവാർ ചെയ്ത് ഇങ്ങനെ ഇപ്പം ചൊറിയും കുത്തി വീട്ടിൽ ഇരിക്കുന്നത്. എനിക്കിത് മുള്ളാൻ പോണം. അതിന് നീ ഇപ്പഴല്ലേ പോയിട്ട് വന്നത്? എനിക്ക് മുട്ടുന്നു. ആ പോ ജോഹാനിങ് വാടാ. നമ്മൾ കൈവിടുമ്പോ സാധനങ്ങൾ താഴെ വീഴുന്നത് എന്തുകൊണ്ട്? കയ്യിലിരുമ്പോണ്ട്. ഓ എടാ പൊട്ട ഗ്രാവിറ്റി ഉണ്ട്. പോയിടാണ് സാരോണേ 3ന്റെ പട്ടിയെ പറ. ഡോബർമാൻ, ജർമ്മൻ ഷെപ്പേർഡ്, റോഡ് വീലർ. അതെന്നാടാ അത്? 3 പട്ടിയുടെ പേര് പറയാൻ പറഞ്ഞു. നീ എവിടെ ഇരുന്നാ പറഞ്ഞു? ഒന്ന് ഇരുന്ന്. ഇനി ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഉള്ളൊരു സാധനത്തെ പറ്റി ചോദിക്കാം. പൂജ്യം കണ്ടുപിടിച്ച ആരാ? എനിക്കറിയാം, അമ്മ. അമ്മേ? അന്ന് എങ്ങനെ ഒളിപ്പിച്ച് വെച്ചാലും പൂജ്യം കിട്ടിയ അവന്റെ അമ്മ കണ്ടുപിടിക്കും. എടാ മണ്ടന്മാരെ ആര്യഭട്ട. ആര്യക്ക് വട്ടയോ? ഏത് 4B അല്ലയോ? ആര്യക്കല്ല വട്ട എനിക്ക്, അല്ലെങ്കിൽ നിനക്ക് ട്യൂഷൻ എടുക്കും. എനിക്ക് ഒന്ന് മുള്ളിട്ട് പെട്ടെന്ന് വരാം. ഈയിടെയായിട്ട് ഇച്ചിരി പെടുക്കാൻ പോക്ക് കൂടിയിട്ടില്ലേ? പ്രത്യേകിച്ച് ട്യൂഷന് സ്നാക്സ് കൊണ്ടുവന്ന് പറഞ്ഞത്. പിന്നെ ട്യൂഷന് വരുന്ന വഴിക്ക് ലേസും കുറുക്കുറെ മേടിക്കാറുണ്ട്. എല്ലാവരും ഒന്ന് വന്നേ. ഈ തന്നിടുന്ന ഫീസൊന്നും ഇവിടെ എത്താത്ത എന്താന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്?